ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മുടെ ഈ വീക്കിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയൊരു ട്രക്ക് സ്റ്റോപ്പിൽ ആണ് കടന്നത്. ഇന്നലെ നമ്മൾ നാഷ്വില്ലെത്തുന്നതിന് കുറച്ച് മുമ്പേ. അപ്പം രാവിലെ 6:15 നമ്മൾ ടൈം റീസെറ്റ് ആയതായിരുന്നു. പക്ഷെ നമ്മൾ എണീറ്റപ്പോൾ തന്നെ ഏകദേശം 6 മണിയായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി ഫ്രഷൊക്കെ ആയി നമ്മൾ പോകാനുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനിവിടുന്ന് ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാം. അപ്പം ഇവിടെ ഞാൻ പുറകെ നോക്കിയപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറച്ച് കാടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഞങ്ങളുടെ അവിടെ പറയുന്ന തെരുവപ്പുല്ലെന്ന്, ഇങ്ങനെ നല്ല നീട്ടത്തിലുള്ള ഇലയുള്ളത്, ഇങ്ങനെ പണ്ട് കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പറപ്പിക്കുന്ന ഒരു സാധനമില്ലേ, ആ പുല്ലൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു, തെരുവപ്പുല്ല്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാനഡയിൽ വന്നതിന് ശേഷം അത് കാണുന്നത്. US-ലാണേലും ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ രാവിലെ എണീറ്റ് നോക്കി കഴിഞ്ഞപ്പം ഇവിടെ ഒരു കസ്റ്റം ബിൽഡ് ട്രക്ക് കിടപ്പുണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്ക് ക്യാമറ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് വലിയ നീട്ടമില്ല, എന്നാലും അതിൻ്റെ അകത്ത് എക്സ്ട്രാ കൂളറും അത്യാവശ്യം കുറച്ച് എക്സ്ട്രാ സെറ്റപ്പുള്ള കുറച്ച് എക്സ്ട്രാ ലെങ്ത്ത് കൂടിയൊരു സാധനമാണ്. ഇതിലും നല്ല വലിയ രീതിയിൽ ലെങ്ത്ത് കൂടിയ കസ്റ്റം ട്രക്കുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് ചെറിയൊരു രീതിയിൽ കസ്റ്റം ചെയ്തിരിക്കുന്ന ട്രക്കാണ്. അപ്പം പുറത്ത് പോയി കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ട്രക്കിൻ്റെ റീജിയൻ നടക്കുകയാണ്. അപ്പോൾ റീജിയൻ എന്താണ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിന് ഭയങ്കര നോയ്സാണ്. അപ്പം എന്തായാലും നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊന്നും ക്യാമറ കേൾക്കില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു ETA എന്താണെന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല, നാളെ രാവിലെ ക്രോസ് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആയി. എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഓടി നാഷ്വില്ലിൽ കയറി. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ട്രാഫിക്കാണ്. കുറേ ട്രാഫിക് കഴിഞ്ഞു. ഫോണിൽ നോക്കിയാൽ കാണാം മഞ്ഞ കളറിൽ കത്തിക്കുന്നത്. കുറേ നമ്മൾ ചുവന്ന സ്ഥലമൊക്കെ കടന്ന് ഇങ്ങനെ ഇവിടെ എത്തി നാഷ്വില്ലിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാണ്ട് ക്രോസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറേ പ്രാണികൾ വന്നിട്ട് നമ്മുടെ കണ്ണാടിയെ അടിച്ചിട്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്. എല്ലാം പറ്റി ഇരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ നാഷ്വില്ലിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ
അപ്പം നമ്മൾ നേരെ ഇവിടെ ഓടി ലൂയിസ്വില്ല് കഴിഞ്ഞു. നമ്മൾ സിൻസിനാട്ടീൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു റെസ്റ്റ് ഏരിയ കയറി നിർത്തി ഒന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു റെസ്റ്റ് ഏരിയ നിർത്തിയായിരുന്നു. എന്നിട്ട് നമ്മൾ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു. പക്ഷേ അത് നമുക്ക് ആ സമയത്ത് നമ്മുടെ ക്യാമറേൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പോൾ പിന്നെ നമുക്കത് അവിടെ നിന്ന് നമ്മൾ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. നമ്മൾ ഡ്രോൺ ഷോട്ട് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. അത് ഇപ്പം നിങ്ങൾ കണ്ട ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിയുമ്പം I-65 വലിയ രണ്ട് റെസ്റ്റ് ഏരിയ ആണ്. കുറേ പാർക്കിംഗ് ഉണ്ട്, കുറേ പാർക്കിംഗ്. എപ്പോഴെങ്കിലും ഞാൻ ഇതുവരെ അവിടെ കടന്നിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അവിടെ കടക്കണം. ഇപ്പോൾ ഇവിടുത്തെ സമയം 2:26 അപ്പോൾ നമ്മൾ ബ്രേക്കൊന്നും എടുക്കണം. പക്ഷേ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു മണിക്കൂർ 50 മിനിറ്റിൽ ഒരു ലൗസ് ഉണ്ട്. ആ ലൗസിൽ കയറി എണ്ണ അടിക്കുന്ന സമയത്ത് ബ്രേക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുവരെ നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് എത്തുമെന്ന് അറിയില്ല. മീൻസ് സമയം തീരുന്നതിന് മുമ്പ് അവിടെ എത്തുമില്ല എന്നറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം അങ്ങനെ എന്തായാലും ഇവിടുന്ന് നമ്മളിപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സിൻസിനാട്ടി തിരക്കാവും. അപ്പോൾ നമ്മളിപ്പോൾ സിൻസിനാട്ടി തിരക്കാവുന്നതിന് മുമ്പേ നമ്മൾ ക്രോസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വാഷ്റൂമിൽ പോയി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ തിരക്കൊന്നും കൂടാണ്ട് തന്നെ നമ്മൾ സിൻസിനാട്ടി ക്രോസ് ചെയ്തു. അപ്പം സിൻസിനാട്ടി കഴിഞ്ഞിട്ട് വരുന്ന വേറൊരു മെയിനായിട്ടുള്ള സിറ്റിയാണ് ഡേറ്റോണ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡേറ്റോണയിലാണ് ഉള്ളത്. അപ്പം ഇവിടെ കുറച്ച് റോഡിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈറ്റാണ്, എങ്കിലും വലിയ കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല. നമ്മളിപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മുടെ സമയം തീരുന്നതിന് മുമ്പേ നമ്മൾ കടക്കാൻ പ്ലാൻ ചെയ്ത് ആ ലൗസിലെത്താം. ഹലോ ഗായ്സ്, അപ്പം നമ്മളൊരു പ്ലാൻ ചെയ്ത് ഒരു ലൗസിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആകെ ബാക്കി ഉണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ബിഫോർ ബ്രേക്കിന് മുമ്പ് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 15 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ സമയം കൊണ്ട് നമ്മളിവിടെ എത്തി. വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഫ്യൂൽ ഐലിൽ നമ്മൾ ലൈൻ നിൽക്കുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എന്തിൻ്റെ തിരക്കാണെന്ന് ഒരു പിടുത്തമില്ല. ഒരു ഫ്യൂൽ ഐലിൽ തന്നെ 2-3 ട്രക്കൊക്കെയാണ് പുറകെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ട്രക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ പുറകിൽ തന്നെ നമ്മൾ കയറ്റി നിർത്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കണ്ടില്ലേ, ഈ ലൗസ് മൊത്തം തിരക്കാണ്. തുടങ്ങോട്ടെല്ലാം ലൈനാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടമെല്ലാം കഴിഞ്ഞു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ വരെ ഒരു 2 മണിക്കൂറാണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. പക്ഷേ നമുക്ക് ഡ്രൈവിംഗ് ടൈം ഉള്ളത് 2 മണിക്കൂർ 20 മിനിറ്റ്. അപ്പം ഒരു 20 മിനിറ്റിൻ്റെ ബഫർ ടൈം ഉണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, പോകുന്ന വഴിയല്ലേ, അവിടെ കുറേ അടുത്ത് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പറഞ്ഞ സ്പീഡിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ടൈറ്റായിട്ട് കടിച്ചു പിടിച്ച് ഓടേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നാളെ രാവിലെ 8 മണിക്ക് നമുക്ക് നേരിട്ട് ഡെലിവറി ചെയ്യാനുള്ളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ കുറേ ആയി ഇവിടെ കടന്നിട്ട്. ഒരു I-75 135 എക്സിറ്റിലുള്ള വിവേഡം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള 2 ഫ്ലൈറ്റ് ഉണ്ട്. ഇത് നല്ല ഒരു ലൊക്കേഷനാണ്. എന്നുവെച്ചാൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഏരിയ ആണ്. നമുക്ക് എക്സിറ്റിൽ നിന്ന്
ഒറ്റ എക്സിറ്റിൽ തന്നെ വലിയൊരു ഫ്ലൈങ് ജേ ഉണ്ട്, വലിയൊരു പൈലറ്റും ഉണ്ട്, പിന്നെ ഒരു സ്പീഡിയും ഉണ്ട്. അപ്പോൾ ഏത് പാതിരാത്രി വന്നാലും ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടും. ഇപ്പം നല്ല അത്യാവശ്യം നല്ല വാഷ്റൂമും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ അകത്ത് സബ്വേയും മെക്ഡിയും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇടയ്ക്ക് ഞാൻ പണ്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയായിരുന്നു കിടക്കൽ, പക്ഷേ ഇപ്പോൾ കുറേ ആയി ഈ ഭാഗത്തേക്ക് ഇവിടെ കിടന്നിട്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാം. എന്നിട്ട് നാളെ രാവിലെ 8 മണിക്കാണ് ഡെലിവറി. നമുക്ക് ഇവിടെ നിന്നൊരു 5 മണിയൊക്കെ ആകുമ്പോൾ പോകുന്ന കണക്കിൽ നമുക്ക് അങ്ങോട്ട് വിടാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എത്തിയല്ലേ, നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ഒരു സബ്വേ മേടിക്കാം. കുറച്ച് ദിവസമായി പുറത്തുനിന്ന് കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് സബ്വേ മേടിച്ചിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്കാം. അപ്പം ഇതാണ് പൈലറ്റ് വരുന്നത്. ഇതിനേക്കാളും വലിപ്പമുണ്ട് അപ്പുറത്തെ ഫ്ലൈങ് ജേ. പക്ഷേ ഞാൻ മിക്കവാറും ഇവിടെ തന്നെയാണ് കിടക്കൽ. എന്താണെന്നറിയില്ല. പിന്നെ ഇവിടെ ആകുമ്പോൾ മെക്ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് പിന്നെ മെയിനായിട്ടുള്ള കാര്യം. രാവിലെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് മെക്ഡി പോയിട്ട് കാപ്പിയോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ചിട്ട് പോകാൻ പറ്റും. അതുമല്ല ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ സബ്വേ കഴിക്കണമെങ്കിൽ അതുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓട്ടം ഇതോടുകൂടി നമുക്ക് നിർത്താം. എന്നിട്ട് ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇതിപ്പോൾ നമ്മുടെ വീക്കിൻ്റെ 4ാമത്തെ ദിവസമാണ്. നമ്മൾ ബിവേഡം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ പൈലറ്റിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ രാവിലെ 4:45 നമ്മൾ 3:15 ആയപ്പോൾ എണീറ്റായിരുന്നു. അപ്പോൾ നമ്മൾ പോയി കുളിച്ച് ഫ്രഷായി. 2 ദിവസമായിരുന്നു, ഇപ്പോൾ 2 ദിവസമായി കുളിച്ചിട്ട്. അപ്പോൾ ഇന്ന് പോയി കുളിച്ച് ഫ്രഷായി വന്നു. ഇവിടുന്ന് നമുക്കിനി 2 മണിക്കൂറാണുള്ളത് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. ഡെലിവറി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ കമ്പനിയിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 2 മണിക്കൂറേ ഉള്ളൂ. 8 മണിക്കാണ് ഡെലിവറി വരുന്നത്. ഇപ്പോൾ 4:45, 5:45, 6:45. എന്തായാലും ഞാൻ ഒരു 1 മണിക്കൂർ ബഫർ ടൈം ഇട്ടിട്ട് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം ഈ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. നമ്മൾ ഇന്നലെ നമ്മളിവിടെ പാർക്ക് ചെയ്ത സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായി. ഇരുട്ടായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ സമയത്ത് എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാനല്ല, സമയത്തിന് മുമ്പ് എന്തായാലും എത്തും, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കുറേ ഓട്ടം കഴിഞ്ഞ് നമ്മൾ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ബോർഡറിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. ഇപ്പോൾ സമയം ഇവിടെ 7:10. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ലൊക്കേഷനിൽ പോയി വെയിറ്റ് ചെയ്യാം. Hi sir. Hi. Where do you live? Windsor, Ontario. How long away? From Sunday. Is this the fast lane? Does the sign say fast lane? No. You buy or receive anything? No. Alright, take care of it. Thank you sir. See ya. അപ്പോൾ നമ്മൾ ഓടി ബോർഡർ ക്രോസ് ചെയ്ത് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. ഇതാണ് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ. അപ്പം അതിൻ്റെ അപ്പുറത്തൊരു ഡോക്കുണ്ട് കാലി. അപ്പോൾ അവിടെ ഇടാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഷിപ്പർ മറ്റേ റിസീവിങ് ചെയ്യുന്ന ആൾ ഉറക്കത്തിലും കണ്ടായിരുന്നു തോന്നുന്നു. വന്നിട്ട് ഒരു ഭാവമില്ല. എന്തായാലും നമുക്ക് ഡോക്ക് കിട്ടിയാൽ അതിനകത്തേക്ക് ഇടാം നമുക്ക് പെട്ടെന്ന്.
അപ്പോൾ നമ്മൾ ട്രക്ക് ബാക്ക് ഇട്ടു. കുറച്ച് പാടായിരുന്നു. മുമ്പിൽ ഫെൻസിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടും അധികം സ്പേസ് ഇല്ലായിരുന്നു. നമ്മൾ മാക്സിമം ആ ബിൽഡിങ് തൊടുന്ന രീതി വരെ മുമ്പോട്ട് എടുത്തിട്ടാണ് ഒന്ന് തിരിഞ്ഞ് കിട്ടിയത്. അപ്പം ആദ്യം കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ നന്നായിട്ടൊന്ന് ഫിഷ് ഹൂക്ക് ചെയ്യുന്ന പോലെ നമ്മളൊന്ന് കറക്റ്റ് നന്നായിട്ടൊന്ന് ടേൺ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ട്രെയിലർ നമ്മുടെ ഡോക്കിൽ ലെവലായി വന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഡോക്കിൽ പിന്നെ നമ്മൾ മുമ്പോട്ടും പുറകോട്ടൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് ബാക്ക് ഇടുമായിരുന്നു ചെയ്തത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇട്ടു. ഇനിയിപ്പം നോക്കാം. പക്ഷേ ആ ലോഡ് കുറച്ച് പാലറ്റിൽ നിന്ന് കുറച്ചിങ്ങനെ മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ തുണിയല്ലേ, വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനമല്ലേ. അപ്പോൾ നമ്മൾ ട്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ലോഡ് അവരാണ് സെക്യൂർ ചെയ്തത്. അതുകൊണ്ട് കുറച്ച് പാലറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നോക്കാം. എന്തായാലും നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് അയച്ചു കൊടുക്കാം. കാരണം നമ്മളതിൻ്റെ അകത്ത് നമ്മൾ ലോഡ് സെക്യൂർ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം അവർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാം. കമ്പനിയിൽ നിന്ന് ഇപ്പം നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് empty ആയി കഴിയുമ്പോൾ empty ട്രെയിലർ എടുത്തുകൊണ്ടായി നമ്മുടെ യാർഡിൽ കൊണ്ടുപോയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ അൺലോഡിങ് എല്ലാം കഴിഞ്ഞു. പേപ്പർ വർക്കൊക്കെ കിട്ടി. ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു, കാരണം ആ ലോഡ് ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പല ഇഷ്യൂ ആക്കുമെന്ന്. പക്ഷേ പുള്ളിക്കാരനും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സൈനൊക്കെ ഇട്ട് തന്നു. എൻ്റെ അകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതിനായിരുന്നു. അപ്പോൾ നമ്മളോട് കമ്പനി ആദ്യം പറഞ്ഞു നമ്മുടെ ലോഡും കൊണ്ട് empty ട്രെയിലർ യാർഡിൽ കൊണ്ടുപോയിടാൻ. പിന്നെ പറഞ്ഞു നമ്മളോട് ആ empty ട്രെയിലർ എടുത്ത് വിൻസർ സോൾട്ടിൽ കൊണ്ടുപോയിടാൻ. അപ്പോൾ നമുക്ക് നേരെ വിൻസർ സോൾട്ടിൽ കൊണ്ടുപോയി ഈ empty ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർ പറയുമായിരിക്കും എന്തെങ്കിലും എന്താ അടുത്തതെന്ന്. 2000 years later. ഹലോ ഗായ്സ്, അപ്പം ഇപ്പോൾ കുറച്ച് നേരമായി നമ്മൾ നേരത്തെ വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ വിൻസർ സോൾട്ടിൽ പോയി നമ്മളോട് ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ഗേറ്റിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മളപ്പോൾ അവരോട് പറഞ്ഞത് ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാനാണെന്നും പറഞ്ഞ് അകത്ത് പോയി നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ നിന്നാണ് നമുക്ക് അടുത്ത ലോഡ് ഓഫർ അയച്ചു തന്നിരിക്കുന്നു. നമ്മൾ കറൻറ്റ് എന്നിട്ട് അവർ വിളിച്ച് പറഞ്ഞു നമ്മുടെ കറൻറ്റ് ട്രെയിലർ നമ്മൾ പോയി ലൈവ് ലോഡ് അവിടുന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് ആപ്പിൾട്ടൺ വിസ്കോൺസിനിലോട്ടുള്ള നമ്മൾ ഇതിന് ആദ്യത്തെ നമ്മുടെ കുറച്ച് വീഡിയോസ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വീഡിയോസായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ലോഡാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നമുക്ക് ലോഡ് ഓഫർ അയച്ചു തന്നു. അതുമല്ല, അപ്പം നമ്മുടെ ഒരു ഡ്രൈവർ എപ്പോഴും അവിടെ ഷണ്ടിങ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈവറും വന്ന് പറഞ്ഞു നിന്നെ അവിടെ ലോഡ് ഷിപ്പർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഡോക്കിൽ. കാരണം അവർക്ക് പെട്ടെന്ന് ലോഡ് ചെയ്യാനുള്ള പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക, നിനക്ക് ലൈവ് ലോഡാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ഡോക്കിലിട്ടു. ചെക്ക് അവിടെ ഷിപ്പറിൻ്റെ അടുത്ത് പോയി അവർ പെട്ടെന്ന് ലോഡ് ചെയ്ത് തന്നു, പേപ്പറും തന്നു. ഞാൻ എന്നിട്ട് ചെക്കൗട്ടിന് വരുന്ന സമയത്ത് അവിടെ കുറച്ച് പ്രായമായിട്ടുള്ളൊരു വയസ്സായ പുള്ളിക്കാരനാണ് സെക്യൂരിറ്റിയിലിരിക്കുന്നത്. പുള്ളിക്കാരൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരൻ പറയുന്നു നീ കാരണം എൻ്റെ പേപ്പർ വർക്ക് മൊത്തം മെസ്സപ്പായി. എന്നാൽ ഞാൻ ചെക്ക് ഇൻ ചെയ്ത് മറ്റേ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാനാണെന്നും പറഞ്ഞിട്ടാണല്ലോ. അങ്ങനെ പക്ഷേ നീ ലൈവ് ലോഡാണ് ചെയ്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സാധാരണ നിൻ്റെ അടുത്ത് മറ്റേ വീൽ ചോക്ക് ഇല്ലായിരുന്നു. സാധാരണ അവിടെ ലൈവ് ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ഗേറ്റിൽ നിന്ന് തന്നെ നമുക്ക് വീൽ ചോക്ക് തരുന്നതാണ്. നമ്മൾ അകത്ത് പോയിട്ട് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു. അത് അവിടുത്തെ സേഫ്റ്റി പോളിസിക്ക് എതിരാണ്, ചക്കയാണ് മാങ്ങയാണെന്നൊക്കെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോന്നു. പിന്നെ ഞാൻ കമ്പനിയിൽ ഇൻഫോം ചെയ്തു നമ്മുടെ സേഫ്റ്റി മാനേജറിന്. ഇനി അവർ വല്ല കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പേ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവിടുത്തെ സെക്യൂരിറ്റി എപ്പോഴും കുറച്ച് റൂഡാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ സേഫായി. പിന്നെ നമ്മൾ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു, വെയിറ്റെല്ലാം ഓക്കെയാണ്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ലോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പം നമുക്ക് ലോഡ് ക്ലിയറായി. അപ്പോൾ നമ്മൾ ഇന്നത്തേനിപ്പോൾ 4 ദിവസമായി. അപ്പോൾ നമ്മൾ ഇന്നിനിപ്പോൾ പോയി കഴിഞ്ഞാൽ നാളെ അവിടെ ചെന്ന് ലോഡ് ഇറക്കി പിന്നെ ലോഡ് പിക്ക് ചെയ്ത് വരുമ്പോഴത്തെ എന്തായാലും ഒരു 2-3 ദിവസം പിടിക്കും. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ തീരാനായി. അപ്പോൾ പിന്നെ ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഊബർ ഈറ്റ്സിൽ. അതിപ്പം കൊണ്ടുവരുന്നുണ്ട്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വിടാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ബോർഡറൊക്കെ ക്ലോസ് ചെയ്തു. നമ്മൾ I-94 കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
എന്തായാലും നമ്മൾ ഇന്ന് ചിക്കാഗോ ക്രോസ് ചെയ്യുന്നില്ല. സമയം ഉണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അവിടെ ചെല്ലുന്ന പീക്ക് ടൈമിലായിരിക്കും, ഏകദേശം 4-5 ഉള്ള ആ സമയത്തായിരിക്കും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ അവേഴ്സ് വേസ്റ്റ് ആവുകയുള്ളൂ, ചുമ്മാ ട്രാഫിക്ക് പെട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിൽ നല്ല അതിന് മുമ്പ് എവിടെയെങ്കിലും കടന്നിട്ട് നാളെ വെളുപ്പിന് എണീറ്റ് പോകുന്നതാണ്. നമ്മളെപ്പോഴും കിടക്കുന്ന ഒരു ലൗസ് ഉണ്ട് മിഷിഗൺ സിറ്റിയിൽ. അപ്പം നമ്മൾ അവിടെ പോയി കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നല്ല പാർക്കിങ്ങും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ എന്തായാലും നമുക്ക് വലിയ തിരക്കുമില്ല. നാളെ രാവിലെ 11 മണിക്കാണ് ഡെലിവറി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണക്ക് പ്രകാരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. അപ്പോൾ പിന്നെ 10 മണിക്കൂർ റീസെറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നാളെ രാവിലെ 2 മണിയാകുമ്പോൾ ടൈം റീസെറ്റ് ആവും. പിന്നെ അവിടുന്ന് എനിക്ക് തോന്നുന്നു 4 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായിട്ട് ആണെങ്കിലും വിട്ടാൽ മതി, വലിയ കുഴപ്പമില്ല. തിരക്കാവുന്നതിന് മുമ്പ് ചിക്കാഗോ ക്രോസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് 11 മണിക്ക് മുമ്പ് ഡെലിവറി ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ലൗസിൽ വന്ന് കടന്നു. പക്ഷേ ഇന്നലെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഇന്നലെ അവസാനം നമ്മൾ ആ വീഡിയോ ഒക്കെ പിടിച്ചും ഇവിടെ എത്താനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാറ് റിപ്പയർ ചെയ്യാൻ പോയ സ്ഥലത്തുനിന്ന് അവർ ഫോൺ വിളിച്ചായിരുന്നു, മെക്കാനിക്ക്. അപ്പം അത് കുറച്ച് വലിയ പ്രശ്നമാണ്, കുറച്ച് നന്നായിട്ട് കാശ് ചിലവാകും. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ടെൻഷൻ അടിച്ച് വറീഡായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒരു വീഡിയോ പിടിക്കാനുള്ള ഒരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും പിടിച്ചില്ല. അങ്ങനെ നമ്മുടെ ആ വണ്ടി കുറച്ച് പഴയ വണ്ടിയാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് അത് മതി. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നെ പോണ്ട വേ സംസാരിക്കാം. അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും പിടിച്ചില്ല. നേരെ ഇവിടെ വന്ന് ഫുഡും കഴിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങുക ചെയ്ത്. എന്നിട്ടിപ്പോൾ നമ്മൾ രാവിലെ ഒരു 2:45 ആയപ്പോൾ എണീറ്റു. ഒരു 3:45 4 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ 4.25 മണിക്കൂറുണ്ട്. എന്തായാലും ഒരു 8 മണി 9 മണിക്കുള്ളിൽ അവിടെ എത്തും. അപ്പം ഇപ്പോൾ 4 മണി ആയതുകൊണ്ട് വലിയ തിരക്കില്ലാണ്ട് നമുക്ക് ചിക്കാഗോ ക്രോസ് ചെയ്യുകയും ചെയ്യാം. അപ്പം അതാണ് നമ്മുടെ പ്ലാൻ. നമ്മളിപ്പോൾ ഇവിടുന്ന് ചിക്കാഗോ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നു. അവിടെ ഒരു 8:30 9 മണി ആകുമ്പോഴത്തേനും അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് എന്ന് ഇതുവരെ ഒരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. എനിവേ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ രാവിലെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടിയിരിക്കുന്ന ആ ഒരു ഔട്ടർ ചിക്കാഗോയിൽ നിന്ന് തന്നെയാണ്, ചിക്കാഗോയുടെ ഒരു ഔട്ട് സൈഡിൽ നിന്ന്. അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ലൊക്കേഷനാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പണി കിട്ടിയ പോലെ എനിക്ക് തോന്നി. പക്ഷേ വലിയ കുഴപ്പമില്ല. കാരണം ഇവിടെ നിങ്ങൾ ആ മുമ്പിൽ കാണുന്ന ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 9.6 ഹൈറ്റാണ് വരുന്നത്. നമ്മുടെ ട്രക്കിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 13.6 ആണ്. അപ്പോൾ നമ്മുടെ ട്രക്ക് ഈ ഹൈറ്റിൽ കൂടെ പോകില്ല. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ട്രക്കിനൊരു വഴി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് 14.5 ആണ്. നമ്മൾ അതിൻ്റെ അകത്തൂടെ പയ്യെ എടുത്തുകൊണ്ട് പോവാണ്. 1 വേ ആണ് വരുന്നത്. അപ്പം മുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് അധികം ദൂരമില്ല നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ലോഡാണ്. കാരണം ഇത് ഹസാഡസ് മെറ്റീരിയലാണ്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം. പ്രത്യേകം ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അതാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ രാവിലെ വീഡിയോ പിടിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ കാറിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് കുറച്ച് ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഡെലിവറിയൊക്കെ രാവിലെ കഴിഞ്ഞു. നമുക്ക് പിക്കപ്പ് ഒരു ചെറിയ പണി വന്നു. എന്ന് വെച്ചാൽ ഹസാഡസ് മെറ്റീരിയലാണ്. അപ്പം നമ്മൾ ലോഡ് എടുക്കേണ്ടത് ചിക്കാഗോയുടെ ഔട്ടർ ഏരിയയിൽ നിന്നാണ്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ലോഡും എടുത്തിട്ട് നമ്മുടെ വിൻസറിലെ ക്രൈസ്ലറിൻ്റെ പ്ലാന്റിലോട്ടാണ് പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡാണ്, മറ്റേ ഡൈലൂട്ട് ആവാത്ത സാധനങ്ങൾ അതാണ്. അപ്പോൾ അത് ഫ്ലേമബിൾ ആണ് വരുന്നത്, ഹസാഡസ് മെറ്റീരിയലാണ് വരുന്നത്. സാധാരണ ഹസാഡസ് മെറ്റീരിയൽ നമ്മുടെ വിൻസർ ബോർഡർ ക്രോസ് ചെയ്യലില്ല, അംബാസഡർ ബ്രിഡ്ജ് ക്രോസ് ചെയ്യലില്ല.
പക്ഷേ ഞാനിപ്പോൾ ന്യൂസിൽ നോക്കിയപ്പം 2021 പുതിയ റൂള് പ്രകാരം കുറച്ച് ക്ലാസ്സുകളിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽ, ഹസാർഡസ് മെറ്റീരിയൽ നമുക്ക് അംബാസഡർ ബ്രിഡ്ജിൽ കൂടെ വിൻസർ ബോർഡർ ക്ലോസ് ചെയ്യിക്കാം. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടാകുന്ന ഫ്ലേമബിൾ മെറ്റീരിയലായ വാഷർ ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് അത് കൊണ്ടാവാമെന്നാണ് ഇപ്പം ഗൂഗിളിൽ നോക്കിയപ്പോൾ പറഞ്ഞത്. പിന്നെ കമ്പനിയിൽ നിന്നും പറഞ്ഞിരിക്കുന്ന വിൻസർ ബോർഡർ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ അവരെന്തായാലും അതായിരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ നമ്മൾ ഹസാർഡസ് മെറ്റീരിയൽ കൊണ്ടാകുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. അകത്ത് നമ്മുടെ ലോഡ് സെക്യൂർ ആണോ, അപ്പോൾ നമ്മളെയും കൂടെ അകത്ത് വിളിച്ച് കൊണ്ടായിട്ടാണ് അവർ സെക്യൂർ ചെയ്യിക്കുക. അപ്പോൾ അത് നമ്മൾ കുറച്ച് പണിയായിരുന്നു സെക്യൂർ ചെയ്യൽ. അത് കഴിഞ്ഞിട്ട് അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളുണ്ട്. നമ്മുടെ ട്രെയിലറിൻ്റെ 4 സൈഡിലും പ്ലേ കാർഡ് കാര്യങ്ങളെല്ലാം വെക്കണം. എന്നുവെച്ചാൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട നമ്മുടെ മീൻസ് ഹസാർഡസ് മെറ്റീരിയലാണ് ട്രെയിലറിൻ്റെ ഉള്ളിലുള്ളതെന്ന് ട്രെയിലറിൻ്റെ 4 ഭാഗത്തും വേണം. അപ്പോൾ നമ്മുടെ ക്ലാസ് 3 ആണ് ഫ്ലേമബിൾ. അപ്പം അതിൻ്റെ പ്ലേ കാർഡ് തന്നെ നമ്മൾ അവിടുന്ന് മേടിച്ച് ട്രെയിലറിൻ്റെ 4 ഭാഗത്തും വെക്കാനുള്ള സ്ലോട്ടുകളുണ്ട്, അതിൻ്റെ അകത്ത് വെച്ചു. പിന്നെ നമ്മൾ ഹസാർഡസ് മെറ്റീരിയൽ കൊണ്ടുപോകാൻ വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള ഡ്രൈവർ ആയിരിക്കണം. അതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ് എടുത്തിട്ടുള്ളതായിരിക്കണം. അപ്പം ഞാൻ നമ്മുടെ കമ്പനി കയറുന്നതിന് മുമ്പേ തന്നെ ഞാൻ അത് എടുത്തിട്ടുള്ളതാണ്. മീൻസ് കമ്പനിയിൽ നിന്ന് തന്നെ അവർ എടുപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ മറ്റ് ലൈസൻസ് ഏകദേശം 2025 ജനുവരി വരെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓക്കെയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. അപ്പം പിന്നെ നമ്മുടെ മാപ്പിൻ്റെ അകത്ത് നമ്മൾ ട്രെയിലറിൻ്റെ അകത്തുള്ള ലോഡ് ഏതാണെന്ന് മാറ്റി കൊടുക്കണം. അപ്പം അതിൻ്റെ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അവർ ഈ മെറ്റീരിയൽ അലോ ചെയ്യാത്ത വഴികൾ മോസ്റ്റ് പ്രോബബ്ലി കാണിക്കില്ല. നമ്മൾ 100% നമുക്ക് മാപ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി കാണിക്കില്ല. അത് അലോ ആവുന്ന വഴികൾ മാത്രമേ കാണിക്കുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ പ്ലേ കാർഡുകളെല്ലാം സെറ്റ് ചെയ്തു. നമുക്ക് അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു പേപ്പർ വേണം. ഈ ഒരു പേപ്പറല്ല, നമുക്ക് ഇതേപോലെ ഹസാർഡസ് മെറ്റീരിയൽ കൊണ്ടാകുമ്പം ഈ ഹസാർഡസ് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാ കാറ്റഗറിയും കൊടുത്തിട്ട് നമുക്കൊരു ബുക്കുണ്ട്. ബുക്ക് എനിക്ക് ഇവിടെ അകത്തിരിപ്പുണ്ട്. പക്ഷേ ഇവർ മെറ്റീരിയൽ തന്നു കഴിഞ്ഞപ്പോൾ ആ ബുക്കിൽ ഇവർ തന്നിരിക്കുന്ന മെറ്റീരിയലിൻ്റെ പേജ് നമുക്ക് അവർ സ്കാൻ ചെയ്ത് തരും. സ്കാൻ ചെയ്ത് എല്ലാവരും തരലൊന്നുമില്ല, ഇവർ നല്ല കമ്പനിക്കാരായതുകൊണ്ട് ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ബുക്ക് വരുത്തേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമുക്ക് റോഡിൽ എന്തെങ്കിലുമൊക്കെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇത് ചോദിക്കും. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം, മാൻഡേറ്ററി ആണ്. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ എന്താണ് നമ്മൾ കൊണ്ടാകുന്ന സാധനം ഉള്ളത്, അത് എന്തൊക്കെ ഉണ്ട്, അപകടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻ ചെയ്യണം, എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ സേഫ്റ്റി പ്രിക്കോഷനായിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പേപ്പർ വർക്കാണിത്. അപ്പോൾ ഇതെപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ആ മെറ്റീരിയൽ നമ്മൾ കൊണ്ടാകുന്ന സമയത്ത്. പിന്നെ അവരുടെ കുറേ മുഞ്ഞാന്ന് പറഞ്ഞിട്ട് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് അവരുടെ മെറ്റീരിയൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അധികം വെറൈറ്റി പേപ്പറൊന്നും തന്നില്ല. ഞാൻ എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടിയുടെ ട്രെയിലറിൻ്റെ പ്ലേ കാർഡും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഓൾമോസ്റ്റ് സമയമെല്ലാം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, തീരാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ സ്പ്ലിറ്റ് ഇടാമെന്ന് വെച്ചിട്ട് നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഓഫ് ഡ്യൂട്ടി ഇട്ട് വെച്ചു. അപ്പോൾ ഓഫ് ഡ്യൂട്ടി ഇട്ട് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഷിഫ്റ്റ് തുടങ്ങും. എന്ന് വെച്ചാൽ നാളത്തെ ഷിഫ്റ്റ് ഇപ്പോഴേ തുടങ്ങും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 2 മണിക്കൂർ സമയം നമുക്ക് ഓടിക്കാൻ കിട്ടും. അപ്പം നമുക്ക് ആ സമയം വെച്ച് നമുക്ക് ചിക്കാഗോയ്ക്ക് പുറത്ത് കിടക്കാൻ പറ്റും. അപ്പോൾ അതിന് 2 മണിക്കൂർ ആകാൻ വേണ്ടി ഇനി ഒരു 10 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കമ്പനീൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കമ്പനീൻ്റെ അകത്ത് കുറച്ച് ഇതേപോലെയുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ക്യാമറയും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര അലൗഡല്ല. ഇവൻ ഫോൺ ഞാൻ ഉപയോഗിക്കാൻ നേരത്തെ അവർ പറഞ്ഞു ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ ഓഫാക്കി ഏൽപ്പിച്ചു. 2000 years later. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇത് നമ്മുടെ 6ാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ എണീറ്റ് പോന്നു. അപ്പോഴാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു, നേരെ പെട്ടെന്ന് തന്നെ പോരുമായിരുന്നു. കാരണം ഇന്നലെ നമ്മളോട് ഡിസ്പാച്ച് പറഞ്ഞായിരുന്നു നമ്മൾ സർണിയ ബോർഡർ വഴിയാണ് വരുന്നതെന്ന്. എന്ന് വെച്ചാൽ വിൻസറിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ അപ്പുറത്തുള്ള ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കാനഡയിൽ കൂടെ വിൻസറിൽ വരണം. അപ്പോൾ അതാണ് ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടിച്ചുമിട്ടിങ്ങ് പോരുമായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ എണ്ണ അടിച്ചു, നമ്മൾ വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം നോക്കിയപ്പോഴാണ് നമ്മൾ ആ സർണിയ ബോർഡറിലോട്ട് പോകുന്ന
ഹൈവേയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പേ കമ്പനിയിൽ നിന്ന് മെസ്സേജ് അയക്കുന്ന ദർ ഇസ് എ പ്ലാൻ ചേഞ്ച് ഇൻ പ്ലാൻ എന്നും പറഞ്ഞുകൊണ്ട്. നമ്മൾ വിൻസർ ബോർഡറാണ് ക്രോസ് ചെയ്യുന്നത്. അവർ എൻക്വയറി ചെയ്ത സമയത്ത് മറ്റേ ഇത് വന്നിരിക്കുകയാണ്, മറ്റേ ഈ ക്ലാസ് 3 പെട്ട ഹസാർഡസ് മെറ്റീരിയൽ വിൻസർ ബോർഡറിൽ അലോഡാണ്, അപ്പോൾ അതിലെയാണ് പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നിർത്തുന്ന പോലെ 94-ലെ ഏറ്റവും അവസാനത്തെ റെസ്റ്റ് ഏരിയ നിർത്തി നമ്മൾ വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണമായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ കാണിച്ചില്ലല്ലോ നമ്മളെ പ്ലേ കാർഡ്സ് വച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിലർ. ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത് ലിക്വിഡ് ആയതുകൊണ്ട് വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ അത് ഫീൽ ആവുന്നുണ്ട്, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വേവ് ഇങ്ങനെ ഫീൽ ആവുന്നുണ്ട്. വണ്ടി നിർത്തിക്കഴിഞ്ഞാലും കുറേ നേരം വണ്ടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് പ്ലേ കാർഡ് വരുന്നത്. അതിപ്പോൾ നമ്മൾ ട്രെയിലറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പ്ലേ കാർഡുകൾ വെക്കാനുള്ള സ്ലോട്ടുണ്ട് നമ്മുടെ എല്ലാ ട്രെയിലറിനും. അപ്പോൾ നമ്മൾ അവിടെ കയറ്റി വെച്ചാൽ മതി. ഇതല്ലേ ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ സീലൊക്കെ വെരിഫൈ ചെയ്യണം. ഇത് നമ്മൾ ക്ലാസ് 3-ലുള്ള ഹസാർഡസ് മെറ്റീരിയലാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഫ്ലേമബിൾ ലിക്വിഡാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബാക്കി ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതും എവിടെയോ ഒരെണ്ണമുണ്ട്. ഈ ടയറും എല്ലാം ഓക്കെയാണ്. പിന്നെ ഇവിടെ ഓർമ്മയുണ്ട്. ഈ 4 സ്ഥലത്ത് നമുക്ക് മാൻഡേറ്ററി ആണ്. ഇതില്ലെങ്കിൽ നമ്മുടെ ട്രെയിലറിൻ്റെ അകത്തുള്ള ഇതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തില്ലെങ്കിൽ നമ്മളെ പോലീസുകാർ പുൾ ഓവർ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് തരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തെങ്കിലും ഈ ട്രെയിലറിന് ലൈക്ക് അപകടം വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ പോലീസുകാർക്ക് അകത്തുള്ള എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനെപ്പറ്റി അതിന് വേണ്ട പ്രിക്കോഷൻസൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ബോർഡർ ക്രോസിങ് അവർ സർണിയെന്ന് മാറ്റി വിൻസറിലോട്ട് ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗുഡ് ടു ക്രോസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ട്രെയിലർ കൊണ്ടായി ക്രൈസ്ലറിൽ കൊണ്ടായി ഡെലിവറി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെലിവറി അല്ല, ഡ്രോപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം പണിയില്ല, പെട്ടെന്ന് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാം. കൊണ്ടായി ക്രൈസ്ലറിൽ കൊണ്ടായി ട്രെയിലർ ഡ്രോപ്പ് ചെയ്തേക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ 6 ദിവസത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കമ്പനിയിലെത്തി. നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന ലോഡ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് വിൻസറിലെ ക്രൈസ്ലറിൻ്റെ പ്ലാന്റിൽ കൊണ്ടായി നമ്മൾ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബോബ്ടെയിൽ അടിച്ച് കമ്പനി യാർഡിലെത്തി. നമ്മൾ പേപ്പർ വർക്ക് എല്ലാം ഇട്ട് സെറ്റാക്കി. എന്നിട്ട് നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നോക്കുകയാണ്. ആക്ച്വലി പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറില്ല, നമ്മുടെ കാർ വർക്ക്ഷോപ്പിലാണുള്ളത്. അപ്പോൾ ഞാൻ ട്രക്കെല്ലാം ഒന്ന് ക്ലീനാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചു. അപ്പോൾ നമ്മൾ വീട്ടിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റൂംമേറ്റ്സ് ആരുമില്ല. അല്ല, ഒരാളുടെ വണ്ടിയുണ്ട്, പക്ഷേ അത് ഓടിക്കാൻ ആളില്ല. ബാക്കിയുള്ളവരെല്ലാവരും അവരവരുടെ വണ്ടി കൊണ്ട് ജോലിക്ക് പോയിരിക്കുക. അപ്പോൾ ആരും ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഊബർ വിളിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ വേണ്ടി. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിള്ളേരുടെ വണ്ടി ഇരിപ്പുണ്ട്, അതിലേതെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഒരു ഊബർ വിളിച്ചിട്ട് പോവാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരാഴ്ച തീരുകയാണ്. നമ്മൾ ഈ ആഴ്ച അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് ഒരു മൂഡില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് നല്ല രീതിയിൽ പിന്നെയും തുടങ്ങാം. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നല്ല കമൻറ്റുകളുണ്ടെങ്കിൽ അതിടുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.